നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. രാജ്യത്തെ സ്ത്രീ ശക്തിക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. പാകിസ്ഥാൻ വെല്ലുവിളിച്ചത് ഭാരതത്തിലെ നാരീ ശക്തിയെ. അതിനുള്ള ശിക്ഷ അവർ അനുഭവിച്ചു. സിന്ദൂരം ഭാരതത്തിന്റെ ധീരതയുടെ പ്രതീകം. കേന്ദ്ര ചിറകിൽ മധ്യപ്രദേശിൽ വികസന കുതിപ്പ്. ഭോപ്പാലിൽ പ്രധാനമന്ത്രിയുടെ മെഗാ റോഡ് ഷോ. പാക് ചാരവനിത കേരള ടൂറിസത്തിന്റെ പ്രചാരകയോ? ബ്ലോഗർ ജ്യോതി മൽഹോത്ര പയ്യന്നൂരിലെത്തി. കാശിപുരം വനശാസ്ത്ര ക്ഷേത്രോത്സവ ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ. അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസി. വാർഡ് വിഭജനത്തിലെ പിഴവുകൾ തിരുത്തി സർക്കാർ. പുതിയ വിജ്ഞാപനം പുറത്തിറക്കി. ഒരേ സ്ഥലം ഒന്നിലധികം വാർഡുകളിലെന്ന വാർത്ത പുറത്തുവിട്ടത് ജനം TV. തോരുന്നില്ല മഴ. 5 നാൾ കൂടി തിമിർത്തു പെയ്യും. വടക്കൻ ജില്ലകളിൽ കൂടുതൽ ജാഗ്രത. പത്തനംതിട്ടയിലും കാസർഗോട്ടും പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. റോഡ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മഴ കനത്താൽ സ്കൂൾ തുറക്കൽ വൈകും. വിഴിഞ്ഞത്ത് ആശ്വാസം. കാണാതായ ബോട്ടുകളിൽ ഒന്ന് കണ്ടെത്തി. തിരികെ വരികയാണെന്നും ഡീസൽ കുറവെന്നും ഫോണിലൂടെ അറിയിച്ചു. ഇന്ധനവുമായി പുറപ്പെട്ട കോസ്റ്റ് ഗാർഡ്. ഹരിപ്പാട് മത്സ്യബന്ധനത്തിന് പോയ യുവാവ് മരിച്ചു. കൊല്ലം ഭരണിക്കാവിൽ പാടശേഖരത്തിൽ വീണ വയോധികൻ മരിച്ചു. വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ ഭാരതത്തെ പരിഹസിച്ച ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണമൊരുക്കി മലയാളി സംഘടന. ദുബായിൽ സ്വീകരണമൊരുക്കിയത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ. പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും പരാതി നൽകി ABVP. അനധികൃത മണ്ണെടുപ്പ് തടഞ്ഞ CIക്ക് സ്ഥലം മാറ്റം. എറണാകുളം രാമമംഗലം SHO S സജികുമാർ ഇനി കോഴിക്കോട് ട്രാഫിക്കിൽ. നടപടി CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി പുറത്തു വന്നതോടെ. വീണ്ടും ഭാരതത്തിന്റെ നയതന്ത്ര വിജയം. പാകിസ്ഥാൻ സഹതാപ പരാമർശം പിൻവലിച്ച് കൊളംബിയ. കൊല്ലപ്പെട്ട പാക് ഭീകരർക്ക് അനുശോചനം അറിയിച്ചത് തെറ്റായിപ്പോയി എന്ന് കൊളംബിയൻ വിദേശകാര്യ മന്ത്രാലയം. പിന്മാറ്റം ഭാരത പ്രതിനിധി സംഘം പ്രതിഷേധം അറിയിച്ചതിനു പിന്നാലെ. പത്താം പിറന്നാൾ നിറവിൽ ജനം TV. ഒരു പതിറ്റാണ്ടായി മലയാള മാധ്യമരംഗത്തെ നിറസാന്നിധ്യം. ദേശീയത മുറുകെ പിടിച്ച് അഭിമാനപൂർവ്വം മുന്നോട്ട്. പ്രേക്ഷകർക്ക് നന്ദി. രണ്ടാം ക്വാളിഫയറിൽ പഞ്ചാബിനെ നേരിടാൻ മുംബൈ. എലിമിനേറ്ററിൽ ഗുജറാത്തിനെ തോൽപ്പിച്ചത് 20 റൺസിന്. കലാശത്തിന് എതിരാളികളെ കാത്ത് ബംഗളൂരു. വിശദവാർത്തകളിലേക്ക്. രാജ്യത്തെ സ്ത്രീ ശക്തിക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിലെ നാരീ ശക്തിയാണ് പാകിസ്ഥാൻ വെല്ലുവിളിച്ചത്. അതിനുള്ള ഫലം അവർക്ക് ലഭിച്ചെന്നും മോദി ഭോപ്പാലിൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തെ ഭീകരതയുടെ പ്രതീകം. പാകിസ്ഥാന്റെ മണ്ണിൽ ചെന്നാണ് പാക് സൈനിക താവളങ്ങൾ ഉൾപ്പെടെ ഭാരതം തകർത്ത് തരിപ്പണമാക്കിയത്. നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി. നന്ദഗോപൻ, രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം വീണ്ടും പഹൽഗാം ഭീകരാക്രമണത്തിൽ നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിനെ പരാമർശിച്ചു. രാജ്യത്തിലെ നാരീശക്തിയെ പരാമർശിച്ചു. വിവരങ്ങൾ എന്താണ്?
അതുതന്നെയാണ് വീണ. അതായത് ഭാരതത്തിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച ഭീകരർക്കുള്ള മറുപടി അത് അവസാനിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ആവർത്തിക്കുകയാണ് ഭോപ്പാലിൽ. ഇന്നിപ്പോൾ ഭോപ്പാലിൽ അഹല്യാഭായ് ഹോൾക്കറുടെ 300-ാം ജന്മവാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഏതാണ്ട് 2 ലക്ഷത്തിലധികം സ്ത്രീകളാണ് പ്രധാനമന്ത്രിയെ ശ്രവിക്കുവാൻ ഭോപ്പാലിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല അതിൽ 15,000-ത്തിലധികം സ്ത്രീകൾ പ്രധാനമന്ത്രിയോടുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒക്കെ ആദരസൂചകമായി 15,000-ത്തിലധികം സ്ത്രീകൾ സിന്ദൂര നിറത്തിലുള്ള സാരി അണിഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ ശ്രവിക്കാനെത്തിയത്. വലിയ ജനലക്ഷങ്ങൾ പ്രധാനമന്ത്രിയെ ശ്രവിക്കാനെത്തി. അവിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചും അതേപോലെ തന്നെ അഹല്യാഭായിയുടെ മൂല്യങ്ങൾ സംബന്ധിച്ചുമാണ്. അഹല്യാഭായിയുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായാണ് സർക്കാർ ഇപ്പോൾ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. മാത്രമല്ല അഹല്യാഭായിയുടെ കാഴ്ചപ്പാടുകൾ അത് കൃത്യമായിരുന്നു. പ്രത്യേകിച്ച് ആദിവാസി വനവാസി സമൂഹത്തോടുള്ള അഹല്യാഭായ് ഹോൾക്കറുടെ കാഴ്ചപ്പാടുകൾ അതുതന്നെയാണ് ഇപ്പോഴും സർക്കാർ പുലർത്തുന്നത്. അഹല്യാഭായ് അന്ന് ഈ വനവാസി മേഖലകളുടെ ജനങ്ങൾക്കായി പൊരുതി അവരെ കാർഷിക വൃത്തിയിലേക്ക് നയിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അതുതന്നെയാണ് ഇപ്പോൾ വനവാസി വിഭാഗത്തിൽ നിന്നുമുള്ള രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ തനിക്കുണ്ടാകുന്ന പ്രചോദനം വനവാസി സമൂഹത്തിനായി പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഇന്ന് ഈ 300-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി അഹല്യാഭായ് ഹോൾക്കറുടെ ചിത്രം പതിച്ച പോസ്റ്റൽ സ്റ്റാമ്പും ഒപ്പം തന്നെ 300 രൂപയുടെ നാണയവും പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മധ്യപ്രദേശിൽ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുകയുണ്ടായി. 2 എയർപോർട്ടുകളുടെ ഉദ്ഘാടനം, ഒപ്പം തന്നെ ഒരു മെട്രോ ലൈൻ, യെല്ലോ മെട്രോ ലൈൻ അതിൻ്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്നിപ്പോൾ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിർവഹിച്ചിരിക്കുകയാണ്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീകൾ നയിക്കുന്ന ഭരണം അല്ലെങ്കിൽ സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്നുള്ള അച്ചുതണ്ടിലാണ് ഭാരതത്തിൻ്റെ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ള പരാമർശവും അദ്ദേഹം ഇന്നിപ്പോൾ ഭോപ്പാലിൽ നടത്തുകയുണ്ടായി. വീണ നന്ദൻ, ലോക്മാതാ ദേവി അഹല്യാഭായ് ഹോൾക്കറുടെ 300-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണല്ലോ അദ്ദേഹം ഈ സ്ത്രീ ശക്തിക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചത്. പക്ഷേ അതേസമയം തന്നെ മധ്യപ്രദേശിൽ അദ്ദേഹം വിവിധ വികസന പരിപാടികൾക്കുമൊക്കെ തറക്കല്ലിടും, വിവരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ വിവരങ്ങൾ കൂടി എന്താണ്? നിലവിൽ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം ഇതിനോടകം തന്നെ നിർവഹിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് അവിടെ മെട്രോ ലൈൻ്റെയും അതേപോലെ തന്നെ 2 എയർപോർട്ടുകളുടെയും ഉദ്ഘാടനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. ഇത് രണ്ടും വെർച്വലായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 483 കോടി രൂപയുടെ വികസന പദ്ധതികൾ, മറ്റ് വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 1271 പുതിയ അടൽ ഗ്രാമസേവന സദസ്സുകൾക്ക് ഉള്ള ധനസഹായം പ്രധാനമന്ത്രി ഈ ഒരു ചടങ്ങിൽ വിതരണം ചെയ്തു. മാത്രമല്ല ക്ഷിപ്ര നദിക്കരയിലുള്ള 30 കിലോമീറ്ററുള്ള ഘാട്ടുകൾ, അതിൻ്റെ പടവുകൾ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം, അതിന് ഏതാണ്ട് 778 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഒപ്പം തന്നെ ഇൻഡോർ മെട്രോയുടെ ആദ്യത്തെ 6 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി വെർച്വലായി ഇന്നിപ്പോൾ നിർവഹിച്ചിരിക്കുകയാണ്. ജാംബോറി ഗ്രൗണ്ടിലാണ് 2 ലക്ഷത്തിലധികം സ്ത്രീകളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഒപ്പം തന്നെ അഹല്യാഭായിയുടെ ഭരണ നേട്ടങ്ങൾ എന്താണ് എന്നുള്ളത് പ്രധാനമന്ത്രി വ്യക്തമാക്കിയുണ്ടായി. മാത്രമല്ല ഈ അഹല്യാഭായ് ഹോൾക്കറുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നതെന്നും സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്നുള്ള അച്ചുതണ്ടിലാണ് തൻ്റെ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല അഹല്യാഭായ് ഹോൾക്കറുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഭരണത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നുള്ള പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല അഹല്യാഭായ് ഹോൾക്കറുടെ പല പ്രധാനപ്പെട്ട വാക്കുകളും പ്രധാനമന്ത്രി ഉദ്ധരിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ലഭിച്ചതെല്ലാം പൊതുജനങ്ങൾ നൽകുന്ന വായ്പയാണ്, അതൊരിക്കൽ നാം തിരിച്ചു നൽകണമെന്നുള്ളത് അഹല്യാഭായ് ഹോൾക്കർ വ്യക്തമാക്കിയിരുന്നു. അത് തന്നെയാണ് താൻ പിന്തുടരുന്നത് എന്നുള്ളതും പ്രധാനമന്ത്രി ഇന്നത്തെ ചടങ്ങിൽ സൂചിപ്പിക്കുകയുണ്ടായി. ലക്ഷങ്ങൾ, ഏതാണ്ട് 2 ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയെ ശ്രവിക്കുവാൻ വേണ്ടി ഈ ഭോപ്പാലിലെ ഒരുക്കിയ പ്രത്യേക മൈതാനിയിലേക്ക് എത്തിയത്. വീണ. ഓക്കെ, ശരി നന്ദൻ. ലോക്മാതാ റാണി അഹല്യാഭായി ഹോൾക്കറുടെ 300-ാം ജന്മദിനം രാജ്യമെങ്ങും വിപുലമായി ആഘോഷിക്കുകയാണ്. മാൽവ രാജവംശത്തിന്റെ റാണിയായിരുന്ന അഹല്യാഭായി ഹോൾക്കർ ഭാരതത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി കൂടിയാണ്. ഔറംഗസേബ് തച്ചുടച്ച കാശി വിശ്വനാഥ ക്ഷേത്രം മാറ്റിസ്ഥാപിച്ചത് റാണി അഹല്യാഭായി ആയിരുന്നു. അയോധ്യ ശ്രീരാമക്ഷേത്രം, മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങിയവ വീണ്ടെടുക്കാൻ റാണി നടത്തിയ പരിശ്രമങ്ങൾ ഹൈന്ദവ സമൂഹത്തിന്റെ ശാക്തീകരണം ലക്ഷ്യം വെച്ചായിരുന്നു.
1725 മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലെ ചോണ്ടി ഗ്രാമത്തിലാണ് അഹല്യാഭായി ജനിച്ചത്. സാധാരണ കുടുംബത്തിൽ ജനിച്ച് മാൽവ കേന്ദ്രമാക്കി ഇൻഡോർ ഭരിച്ച ഹോൾക്കർ രാജവംശത്തിലെ റാണിയായി മാറിയ അഹല്യാഭായി സദ്ഭരണത്തിന്റെ മാതൃക ഭാരതത്തിന് സമ്മാനിച്ച വ്യക്തി കൂടിയാണ്. വാർഡ് വിഭജനത്തിലെ പിഴവുകൾ തിരുത്തി പുതിയ വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ. ഒരേ സ്ഥലം ഒന്നിലധികം വാർഡുകളിൽ ഉൾപ്പെടുത്തിയതായിരുന്നു നേരത്തെ വിജ്ഞാപനം ഇറക്കിയത്. പൊരുത്തക്കേടുകൾ ജനം ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. ജനം ബിഗ് ഇമ്പാക്ട് വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ്, ചില സ്ഥലങ്ങൾ പ്രത്യേകമായി ഉൾപ്പെടുത്തുക, അതായത് സ്ഥലങ്ങളില്ലാത്ത സ്ഥലങ്ങൾ വരുന്നു, ചില സ്ഥലങ്ങളെ ആ പ്രത്യേക പ്രദേശത്ത് ഇല്ലാതിരിക്കുക, പ്രത്യേക വാർഡിൽ ഇല്ലാതിരിക്കുക, മറ്റു വാർഡുകളിൽ ചേർക്കുക, ഇങ്ങനെ കൗതുകവും ഒരേ സമയം തമാശ തോന്നുന്നതുമായ ഒട്ടേറെ പൊരുത്തക്കേടുകൾ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരം പൊരുത്തക്കേടുകളാണ്, പിഴവുകളാണ് ഈ വിജ്ഞാപനത്തിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ അത് തിരുത്തി പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചതിന് ശേഷം. ഇത് മാത്രമല്ല, ഒരേ സ്ഥലം തന്നെ ഒന്നിലധികം വാർഡുകളിൽ ഉൾപ്പെട്ടതും നമ്മൾ കണ്ടു. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട്? ഈ പുതിയ വിജ്ഞാപനത്തിൽ ഇനി പൊരുത്തക്കേടുകൾ കാണാൻ കഴിയുമോ എന്ന ആശങ്ക ബാക്കി നിൽക്കുന്നു. വിനീഷ്, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ പ്രധാനമായും വരുത്തി? ചൂണ്ടിക്കാണിച്ച പൊരുത്തക്കേടുകളെല്ലാം മാറ്റി തന്നെയാണോ, പിഴവുകളെല്ലാം മാറ്റി തന്നെയാണോ പുതിയ വിജ്ഞാപനം? തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു ദിവസം മുമ്പാണ് ജനം ടി വി ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തുവിട്ടത്. ആ വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ഒരു വിജ്ഞാപനം സർക്കാർ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് പുതിയ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ആ വിജ്ഞാപനം ഇത്തരത്തിലാണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇത്തരത്തിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ 21 വാർഡുകളിലെ സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകളുണ്ട്. അതിർത്തികൾ നിശ്ചയിച്ചതിൽ പൊരുത്തക്കേടുകളുണ്ട്. ഒപ്പം തന്നെ ഒരു വാർഡിലെ സ്ഥലം അല്ലെങ്കിൽ ഒരു സ്ഥലം 2 വാർഡുകളിൽ ആവർത്തിച്ചു ആ വാർഡുകളിലേക്ക് കയറി കിടക്കുന്നു. അങ്ങനെ നിരവധി പൊരുത്തക്കേടുകളാണ് ജനം ടി വി പുറത്തുവിട്ടത്. തെളിവുകൾ സഹിതമായിരുന്നു ഈ വാർത്തകൾ പുറത്തുവിട്ടത്. ഈ ഒരു ആദ്യം ഇറങ്ങിയ വിജ്ഞാപനത്തിന്റെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ വിജ്ഞാപനം പിൻവലിച്ചുകൊണ്ട് സർക്കാർ രംഗത്തെത്തിയത്. അതിനുശേഷം പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിലായിരുന്നു. ഒരു കണ്ണമ്മൂല വാർഡ് പരിശോധിക്കുമ്പോൾ കണ്ണമ്മൂല വാർഡിന്റെ പേര് കണ്ണമ്മൂലമാകുമ്പോൾ പക്ഷെ ആ സ്ഥലത്ത് ആ പ്രദേശം കണ്ണമ്മൂലയിലെ മെയിൻ സ്ഥലങ്ങളില്ല. പേട്ട വാർഡ് എന്ന സ്ഥലം പരിശോധിക്കുന്ന സമയത്ത് പേട്ട വാർഡ് വരുന്ന പ്രദേശങ്ങളിൽ പേട്ട വാർഡിന്റെ സ്ഥലമില്ല. അങ്ങനെ നിരവധി പൊരുത്തക്കേടുകൾ ഈ വിഷയത്തിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ വിവിധ വാർഡുകളിൽ ഒരേ സ്ഥലങ്ങൾ ആവർത്തിച്ചു വരുന്ന ഘട്ടം. അങ്ങനെ 21 വാർഡുകളിലാണ് ഇത്തരത്തിൽ ഡീലിമിറ്റേഷൻ നടത്തിയ സാഹചര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടായത്. 21 വാർഡുകളിലെ പൊരുത്തക്കേടുകൾ ജനം ടി വി തെളിവുകൾ സഹിതം ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ തെളിവുകൾ സഹിതം പുറത്തുവിടുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത് തിരുത്തിക്കൊണ്ട് ഉള്ള നടപടിയിലേക്ക് സർക്കാർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അതേസമയം എടുത്തു പറയേണ്ടത്, ഈ ഡീലിമിറ്റേഷൻ നടത്തിയതിനു ശേഷം അതിനെ പരിശോധിക്കാൻ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ രീതിയിലുള്ള ചുമതലകൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. ആ ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിലും വലിയ വീഴ്ച ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ വിജ്ഞാപനം ആദ്യം പുറത്തു വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ജനം ടി വിയുടെ വാർത്തയുടെ തൊട്ടു പിന്നാലെ വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. പുതിയ വിജ്ഞാപനം തിരുത്തിക്കൊണ്ടുള്ള ഒരു കോർപ്പറേഷനിലെ വാർഡ് വിഭജനത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം തന്നെയാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. വീണ, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഏപ്രിൽ 1 മുതൽ മെയ് 30 വരെ പ്രകൃതിക്ഷോഭങ്ങളിൽ 19 പേർ മരിച്ചുവെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. ഇന്ന് മഴക്കെടുതിയിൽ 2 മരണം സംഭവിച്ചു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ഇന്ന് മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. കാലാവസ്ഥ എങ്ങനെയാണ്? കാലവർഷം പതിയെ രൂക്ഷത കുറയുന്നതായി ഉള്ള റിപ്പോർട്ടുകൾ വരുന്നു. അലേർട്ടുകൾ എങ്ങനെയാണ്?
വീണ, കാലവർഷം ദുർബലമാകുന്ന സൂചനകളാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പൊക്കെ പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ, അതായത് ഇന്നലെ രാത്രി വൈകിയ മുന്നറിയിപ്പ് മുതൽ റെഡ് അലർട്ടുകളൊന്നും സംസ്ഥാനത്ത് ഇല്ല. ഇന്നിപ്പോൾ 4 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ആണ് നൽകിയിട്ടുള്ളത്. എറണാകുളം, ആലപ്പുഴ, ഒപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഈ മണിക്കൂറിൽ ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. മറ്റ് 10 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് ഉള്ളത്. നാളെയും മറ്റന്നാളും ഉൾപ്പെടെ തുടർച്ചയായ 4 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള, അതായത് നേരിയ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം മാത്രമാണുള്ളത്. അതും വടക്കൻ കേരളത്തിലെ ചില ജില്ലകളിൽ മാത്രമാണ് ആ മഴ മുന്നറിയിപ്പ് ഉള്ളത്. തെക്കൻ കേരളത്തിലൊക്കെ തുടർച്ചയായി ഇനി വരുന്ന 4 ദിവസം കാര്യമായ മഴ മുന്നറിയിപ്പുകളൊന്നുമില്ല. ഇപ്പോൾ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി ചെറിയ വെയിൽ, ചൂടൊക്കെ വന്ന് തുടങ്ങിയിരിക്കുകയാണ്. അതൊക്കെ ഒരു ആശ്വാസ വാർത്തയായി ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്ത് മഴക്കെടുതി മൂലമുള്ള മരണങ്ങളുടെ എണ്ണവും കൂടുകയാണ്. ഇന്ന് അല്പസമയം മുമ്പ് ഇപ്പോൾ ആലപ്പുഴ കായംകുളത്ത് കൂടി ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഗൃഹനാഥൻ വെള്ളക്കെട്ടിൽ വീണുള്ള മരണമാണ് സംഭവിച്ചിട്ടുള്ളത്. ഹരിപ്പാട് സുഹൃത്തുക്കൾക്കൊപ്പം മീൻ പിടിക്കാൻ പോയ ഒരു യുവാവ് കൂടി മരിച്ചിട്ടുണ്ട്. അങ്ങനെ 2 മരണം കൂടി സംസ്ഥാനത്ത് മഴക്കെടുതി മൂലം ഉണ്ടായതായി ഔദ്യോഗികമായി ഇപ്പോൾ അറിയിക്കുകയാണ്. അങ്ങനെ ഏകദേശം മരണം 26ലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് ചെറിയ തോതിലെങ്കിലും ആശങ്ക ഉണ്ടാക്കുന്നത്. അതിൽ ഒരു സന്തോഷം എന്നുള്ളത് ഈ റെഡ് അലർട്ട് പിൻവലിച്ച് നേരിയ തോതിലുള്ള ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടുമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തുടരുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ശക്തമായ കാറ്റ് തുടരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖം തീരമേഖലയിലാണ്. ഉയർന്ന തിരമാല മുന്നറിയിപ്പ് കഴിഞ്ഞ 6 ദിവസമായി തുടരുകയാണ്. അതിപ്പോഴും അത് തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച ശംഖുമുഖം വീണ്ടും ഒരു നാശത്തിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിശക്തമായ തിരമാലയാണ് കഴിഞ്ഞ 5ലധികം ദിവസമായി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 3 മീറ്ററിലധികം ഉയരമുള്ള തിരമാലകൾ അടിക്കുന്നുണ്ട്. ശംഖുമുഖത്ത് മാത്രമല്ല, നമ്മൾ ഇന്ന് രാവിലെ കണ്ടതുപോലെ വലിയതുറ അടക്കമുള്ള മേഖലകളിലും അതിശക്തമായ കാറ്റും ഉയർന്ന തിരമാലയുമാണ് ഉണ്ടാകുന്നത്. തീരദേശ മേഖലകളിലടക്കം നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുമുണ്ട്. അപകട സാധ്യത മുൻനിർത്തി ജാഗ്രതാ മുന്നറിയിപ്പ് ബോർഡുകൾ അടക്കം ശംഖുമുഖത്ത് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ശംഖുമുഖത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റോഡ് സമീപത്ത് തന്നെയാണ്. കടൽ ഒരുപാട് കയറിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ ഈ റോഡ് ഗതാഗതം അടക്കം ഇന്ന് 2 ദിവസമായി സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 റോഡുകളാണ് ഇവിടെ ഉള്ളത്. ഇന്റർനാഷണൽ റോഡിന്റെ ഭാഗത്ത്, എയർപോർട്ടിന്റെ ഭാഗത്ത് നിന്നും ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ്. ആ ഒരു പ്രധാന റോഡിലേക്ക് കടൽ കയറുന്നൊരു സാഹചര്യമുണ്ട്. ഉയർന്ന തിരമാല ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീരം ഇടിയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് തുറന്നുകൊടുത്ത റോഡാണ് ഇപ്പോൾ സഞ്ചാരികളെ അടക്കം വിലക്കിക്കൊണ്ട് റോഡ് ഗതാഗതം അടക്കം ഒരു സൈഡിലൂടെ മാത്രമാക്കി, അല്ലെങ്കിൽ ഒരു വശത്തൂടെ മാത്രം വാഹനങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കടത്തിവിടുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അനധികൃതമായിട്ട് ഇവിടെ ആളുകൾ എത്തുന്നതൊക്കെ തടയാൻ വേണ്ടി പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാതിരിക്കാനുള്ള പ്രത്യേക നിയന്ത്രണ നിർദ്ദേശവും ഒക്കെ ഇവിടെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ശക്തമായ കാറ്റ്, ശക്തമായ തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ ഈ ശംഖുമുഖ മേഖലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ റവന്യൂ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ കൂടി ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. പ്രധാനമായും 66ഓളം വരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി റവന്യൂ വകുപ്പ് അറിയിക്കുന്നത്. ഏകദേശം 1000-ലധികം വരുന്ന ആളുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ട് എന്നുള്ള കണക്കുകൾ കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കുകയാണ്. 1439 പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഏപ്രിൽ 1 മുതൽ മെയ് 30 വരെയുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ ജീവൻ നഷ്ടമായത് 19 പേർക്കാണ് എന്ന ഔദ്യോഗിക കണക്ക് കൂടി റവന്യൂ വകുപ്പ് ഈ ഘട്ടത്തിൽ വിടുന്നുണ്ട്. 125 പേർക്ക് പരിക്ക് പറ്റിയതായും 87 വീടുകൾ പൂർണ്ണമായും തകർന്നതായും 3237 വീടുകൾ ഭാഗികമായും തകർന്നു എന്നുള്ള റിപ്പോർട്ടാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ വന്യജീവി ആക്രമണവും ഈ മഴക്കാലത്ത് തുടരുന്നുണ്ട്. അതിൻ്റെയും കണക്കുകൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഒരു ആശ്വാസകരമായ വാർത്ത, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്ത ദുരിത പെയ്ത്ത് ചെറിയ തോതിലെങ്കിലും ഒന്ന് ശമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വന്നിട്ടുള്ള ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള 1 മണിയുടെ അലേർട്ട് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം സംസ്ഥാനത്തിന് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ആശങ്ക നിൽക്കുന്നത് 2 ദിവസം, അതായത് മറ്റന്നാൾ സ്കൂൾ തുറക്കുകയാണ്. ആ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സർക്കാർ തലത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഈ സ്കൂൾ തുറക്കുന്നത് മഴ ശക്തമാകുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക അധ്യാപക സംഘടനകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം അടക്കം അറിയിച്ചിട്ടുള്ളത് കൂടിയാലോചനകൾ നടത്തും. കാലവർഷത്തിന്റെ അടക്കം ശക്തി വീണ്ടും കൂടുകയാണെങ്കിൽ, അലേർട്ടുകൾ കൂടുതൽ മാറുകയാണെങ്കിൽ സ്കൂൾ തുറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കും. മുഖ്യമന്ത്രിയുമായി ആലോചിച്ചായിരിക്കും അതിന്റെ നടപടികൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് ഇനിയിപ്പോൾ 4 മണിയോട് കൂടിയാണ് അടുത്ത അലേർട്ട്
അലേർട്ടുകൾ അപ്ഡേറ്റ് ആകുന്നത്. ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ കാര്യമായ മഴ മുന്നറിയിപ്പ് വരികയോ ഓറഞ്ച് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കുകയോ ഒക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ സ്കൂൾ തുറക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പുനരാലോചന സർക്കാർ തലത്തിൽ നടക്കുകയും ചെയ്യും. എന്തായാലും ശക്തമായ മഴ പല ജില്ലകളിലും തുടരുന്നുണ്ട്. അതേസമയം തന്നെ ഈ കാറ്റിൻ്റെ തീവ്രതയൊക്കെ കുറയുന്നുണ്ട് എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത ഇപ്പോൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള ആശ്വാസം പങ്കുവയ്ക്കുകയാണ്. അതേസമയം തന്നെ സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ പ്രളയ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കൊപ്പം തന്നെ കേന്ദ്ര ജല കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വരുന്ന അച്ചൻകോവിലാർ അടക്കമുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നദികളിൽ ജലനിരപ്പ് ഉയരുന്നത് ചെറിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ നദികളുടെ തീരദേശങ്ങളിൽ താമസിക്കുന്നവർ, ഒപ്പം തന്നെ ചില ജലസേചന അണക്കെട്ടുകൾ, മൂഴിയാർ അടക്കമുള്ള അണക്കെട്ടുകളുടെ സമീപത്ത് താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം. ഈ അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുന്നത് കൊണ്ട് തന്നെ ജാഗ്രതാ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നൊരു മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും എന്തായാലും വരികയാണ്. എന്തായാലും കടൽ പ്രക്ഷുബ്ധമാണ്. മഴ ചെറുതായിട്ട് കുറഞ്ഞെങ്കിലും ഒരു ശാന്തം ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ശംഖുമുഖം അടക്കമുള്ള മേഖലകൾ അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ മണിക്കൂറിലും ഉള്ളത്. എന്തായാലും മത്സ്യബന്ധനത്തിന് ഈ ദിവസങ്ങളിലും ഈ മണിക്കൂറിലും വിലക്ക് തുടരുകയാണ്. പ്രത്യേകിച്ച് കേരള, കർണാടക, ലക്ഷദ്വീപ്, തമിഴ്നാട് തീരങ്ങളിൽ ഈ മണിക്കൂറിലും വിലക്ക് തുടരുകയാണ് മത്സ്യബന്ധനത്തിന്. വീണ ശരി, അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണാതായവരുടെ കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയുണ്ടായത്. പക്ഷേ 2 വള്ളങ്ങളിൽ ഒരെണ്ണത്തിലെ തൊഴിലാളികളെ കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കായി ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താനും തീരുമാനമായി. സംസ്ഥാന സർക്കാർ നാവികസേനയുടെ സഹായം തേടി കത്ത് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതാണ് തിരച്ചിലിന് പ്രധാന വെല്ലുവിളിയായത്. പെഹൽഗാം ഭീകരാക്രമണത്തിൽ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ ഭാരതത്തെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുലിനും ദുബായിൽ സ്വീകരണമൊരുക്കി മലയാളി സംഘടന. കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ സംഘടിപ്പിച്ച നൃത്ത മത്സരമായ ഓർമ്മച്ചുവടുകൾ എന്ന പരിപാടിയിലാണ് ഇരുവരും അതിഥികളായി എത്തിയത്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും പരിപാടി സംഘടിപ്പിച്ചത് ഉദ്മേത്തയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണ് എന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിനിടെയാണ് രാജ്യത്തെ അപമാനിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊച്ചിൻ സർവകലാശാല ബിടെക് അലൂമിനി അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച നൃത്തമത്സരത്തിൽ ഭാരതത്തെയും സൈന്യത്തെയും പരിഹസിച്ച ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുലിനും വൻ വരവേൽപ്പ് നൽകി. മെയ് 25-ന് ദുബായ് ഉദ്മേത്തിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലായിരുന്നു പരിപാടി. പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഇവരെ സംഘാടകർ നൃത്തമത്സര വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. സംഘടനയുടെ സാംസ്കാരിക പരിപാടി നിർത്തിവച്ചാണ് ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുലിനും സംഘാടകർ സ്വീകരണം ഒരുക്കിയത്. ഇവരെ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. വേദിയിലെത്തിയ ക്രിക്കറ്റ് താരങ്ങൾ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും. കേരളത്തിലെ കോളേജുകളുടെ UAEയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷൻ സെക്രട്ടറി ദീപു AS, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരെല്ലാം സ്വീകരണമൊരുക്കാനെത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് സംഘടന. പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് തീരുമാനിച്ചിരുന്ന വേദിയാണ് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളെന്നും ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുലും ക്ഷണിക്കാതെ കയറി വരികയായിരുന്നു എന്നുമുള്ള പൊള്ളയായ വാദങ്ങളാണ് കുറിപ്പിലുള്ളത്. എന്നാൽ ദുബായ് പോലുള്ളൊരു സ്ഥലത്ത് മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു വേദി കണ്ടെത്താനാകുമെന്ന കാര്യം പാടെ മറച്ചുവെക്കുകയാണ് അലൂമിനി അസോസിയേഷൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് ആഴ്ചകൾക്ക് ശേഷം പരിപാടി സംഘടിപ്പിച്ചിട്ടും വേദി എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന ചോദ്യം പ്രവാസികൾക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട്. ഷാഹിദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനലടക്കം ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലും സംഘടന അഫ്രീദിക്ക് സ്വീകരണം നൽകിയത് വൻ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സംഘാടകരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്ന അഭിപ്രായവും സമൂഹമാധ്യമങ്ങളിൽ ഏവരും പങ്കുവയ്ക്കുന്നു. ജനം, ദുബായ്. പെഹൽഗാം ഭീകരാക്രമണത്തിൽ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ ഭാരതത്തെ പരിഹസിച്ച മുൻ പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുലിനും മലയാളി സംഘടന ദുബായിൽ സ്വീകരണമൊരുക്കിയ സംഭവത്തിൽ പരാതി നൽകി ABVP. പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുമാണ് ABVP പരാതി നൽകിയത്. കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ സംഘടിപ്പിച്ച നൃത്ത മത്സരമായ ഓർമ്മച്ചുവടുകൾ എന്ന പരിപാടിയിലാണ് ഇരുവരും അതിഥികളായി എത്തിയത്. കേരള ടൂറിസത്തിന് പ്രമോഷനുമായി പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര. 7 ദിവസത്തെ യാത്രക്കിടയിൽ പയ്യന്നൂരിലും ഇവരെത്തി. കാങ്കോൽ, ആലക്കാട്ട്, കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിൽ ജ്യോതി മൽഹോത്ര എത്തിയതായാണ് ഇവരുടെ യൂട്യൂബ് വീഡിയോകളിലൂടെ വ്യക്തമാകുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നതായാണ് സൂചന.
അനധികൃത മണ്ണെടുപ്പ് തടഞ്ഞ CIക്കെതിരെ CPMന്റെ പ്രതികാര നടപടി. എറണാകുളം രാമമംഗലം SHO S സജികുമാറിനെയാണ് കോഴിക്കോട് സിറ്റി ട്രാഫിക്കിലേക്ക് സ്ഥലം മാറ്റിയത്. അനധികൃതമായി മണ്ണെടുപ്പ് നടത്തിയതിന് പിടിച്ചെടുത്ത വാഹനം വിട്ടുകൊടുക്കാനായി കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PP രതീഷ് സജികുമാറിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്ഥലം മാറ്റം. നിങ്ങൾ വിളവെടുക്കണ്ട. നിങ്ങളെന്താ എന്നെ വിളിച്ച് രാത്രി, നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ചീത്ത വിളിക്കാണല്ലോ. നിങ്ങൾ മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടല്ല പറഞ്ഞത്. ഞാൻ FIR എടുത്ത് കാണിച്ചു തരാം. ഞാൻ FIR എടുക്കാം. എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? നിങ്ങൾ LC സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളെ കുറിച്ച് ആരടുത്താ പറഞ്ഞത്? നിങ്ങൾ എന്താണ് എന്നെ വിളിച്ചത് ഭീഷണിപ്പെടുന്ന രാത്രി? നിങ്ങൾ ആരടുത്താ സംസാരിക്കുന്നത്? നിങ്ങൾ LC സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം. ഏഴക്കര നാട്ടിൽ നടത്തിയിരുന്ന അനധികൃത മണ്ണെടുപ്പും ചെങ്കൽ ഖനനവും രാമമംഗലം SHO തടയുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അനധികൃതമായി മണൽ കടത്തിയ വാഹനം തിരികെ നൽകുന്നതിനായി കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ് CI സജികുമാറിനെ ഫോണിൽ വിളിക്കുകയും വാഹനം വിട്ടു നൽകിയില്ലെങ്കിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്റെ സ്വഭാവം എന്താന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ എന്നെ എന്ത് കൊല്ലുവോ? നിങ്ങളെന്ന് കൊല്ലുന്നു, എന്നെ ഒന്ന് കൊന്നു നോക്കി, നിങ്ങൾ എന്നെ അടിക്കുമോ? നിങ്ങളൊന്ന് അടിച്ചു നോക്കി. നിങ്ങൾ ആരാ അത്? നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഞാനിപ്പോ FIR എടുക്കുന്നുണ്ട്. എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഞാൻ FIR എടുക്കുന്നുണ്ട്. ഡ്രൈവർ എല്ലാ പോലീസുകാരും കേൾക്കുക വേണം. ഡ്രൈവർ നിങ്ങളാണ്. നിങ്ങൾ പറയുന്നതാണ് അവിടെ കല്ല് വെട്ടുന്നത്, അനധികൃതമായി മണ്ണെടുക്കുന്നത് നിങ്ങൾ പറയുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് രതീഷിനെ അറിയില്ല. രതീഷിനോട് പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. അത് എന്റെ കണക്ക് അല്ലാന്ന് പറഞ്ഞു. ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് സജികുമാറിനെ കോഴിക്കോട് സിറ്റി ട്രാഫിക്കിലേക്ക് സ്ഥലം മാറ്റിയത്. ഏരിയ സെക്രട്ടറി CIയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവന്നതോടെ പ്രതിരോധത്തിലായ CPM പ്രതികാര നടപടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലും PB രതീഷ് രാമമംഗലം സ്റ്റേഷൻ ഇൻസ്പെക്ടറെ പരസ്യമായി വെല്ലുവിളിച്ചു. സജികുമാറിന് ഒരു SSLC ബുക്ക് ഉണ്ടല്ലോ. ആ SSLC ബുക്കിൽ പിതാവിന്റെ പേരെന്ന സ്ഥാനത്ത് ഒരു പേര് എഴുതിയിട്ടുണ്ടാകുമല്ലോ. നിന്റെ SSLC ബുക്കിൽ പിതാവിന്റെ സ്ഥാനത്ത് അയാള് തന്നെയാണ് നിന്റെ പിതാവെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വിളിച്ച ഫോൺ സംഭാഷണം പുറത്തുവിട. കൂത്താട്ടുകുളം പിറവം മേഖലകളിൽ അനധികൃത മണലെടുപ്പും ചെങ്കൽ ഖനനവും നടക്കുന്നത് CPMന്റെ ഒത്താശയോടെയാണെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിനിടെയാണ് അനധികൃതമായി മണൽ കടത്തിയതിന് പിടിച്ചെടുത്ത വാഹനം വിട്ടുകൊടുക്കാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള CPM ഏരിയ സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം പുറത്തായത്. നിഷ ദിലീപ്, ജനം, കൊച്ചി. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്കും മുതിർന്ന BJP നേതാവ് O രാജഗോപാലിനുമെതിരായ സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ മാന്നാർ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിനെതിരെയാണ് പ്രതിഷേധം. മാരകായുധം ഉപയോഗിച്ച് മാന്നാറിൽ കാർ തല്ലി തകർത്ത കേസിൽ PS ശ്രീധരൻപിള്ളയും O രാജഗോപാലും ഉൾപ്പെടെ കണ്ടറിയാവുന്ന 10 പേർക്കെതിരെയാണ് സമൻസ്. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധിക്കാനൊരുങ്ങി BJPയും ഹൈന്ദവ സംഘടനകളും. ഞാൻ പ്രതിയാണ് അതിൽ, ഒന്നാം പ്രതിയാണ്. ഞാൻ വിട്ടു. അതിപ്പം രാജഗോപാലിക്ക് മനസ്സിലൊന്നും ഓർമ്മയില്ലാത്തത് പറയാത്ത രാജഗോപാലിൻ്റെ പ്രതിയാണ്. ഞാനും രാജഗോപാലിൻ്റെ ഒക്കെ പ്രതികളാണ്. ഓ ഇന്നല്ല, എനിക്കല്ല, എന്നെ സമൻസ് അയക്കാൻ അവർക്ക് അധികാരമില്ലാത്തത് മാറ്റിവെക്കും. ഞങ്ങളെല്ലാം പ്രതികളായിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് എന്താ, ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്കും മുതിർന്ന BJP നേതാവ് O രാജഗോപാലിനുമെതിരായ പ്രതികാര നടപടിയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പോലീസ് നടപടിക്കെതിരെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. ഹിന്ദുധർമ്മ പരിഷത്ത് അധ്യക്ഷൻ M ഗോപാലും BJP നേതാവ് പ്രൊഫസർ VT രമയും സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. ഈ രണ്ടുപേരും കാറ് തല്ലി പൊളിക്കാൻ വിദഗ്ധരാണെന്നുള്ളത് പോലീസ് ഇത്രയും വിവരമില്ലാത്ത ഒരു പോലീസായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. കാരണം O രാജഗോപാലിന് ഇപ്പോൾ 95 വയസ്സായി. അദ്ദേഹത്തിന് ശരിക്കും നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. പക്ഷേ ആ സമയത്ത് പറയാം പെട്ടെന്ന് നാവിന് കുഴപ്പമില്ലല്ലോ എന്ന്. പക്ഷേ O രാജഗോപാൽ ഇങ്ങനെ കാറ് തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? രണ്ടാമത്തെ കാര്യം PS ശ്രീധരൻപിള്ള ഇപ്പം ഗവർണറാണ്. പക്ഷേ അദ്ദേഹം ഇതേപോലെ കാറ് തല്ലിപ്പൊളിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തെന്ന് പോകാൻ സാധിക്കുമോ? ഇത്രയും വൃത്തികെട്ട എന്ന് തന്നെ പറയണം ഈ പോലീസിൻ്റെയും ആ പോലീസിനെ അഴിച്ചുവിട്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെയും സ്ഥിതി ഓർത്തിട്ട് വളരെ നിരാശയാണ് തോന്നുന്നത്. 18 കേസെന്ന് പറയുമ്പോൾ 7 വർഷമായി. 7 വർഷം കഴിഞ്ഞ് ഇന്ന് ഗവർണറായ ഒരാളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ കേരള പോലീസിന് നിർദ്ദേശം കൊടുത്ത ഇവിടുത്തെ ഇടതുപക്ഷ മുഖ്യമന്ത്രിയെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം
തലമറന്ന് എണ്ണ തേക്കുക എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് തനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച കാര്യം ഗവർണർ PS ശ്രീധരൻപിള്ള വ്യക്തമാക്കിയത്. ശബരിമല പ്രക്ഷോഭ സമയത്ത് മാന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കാർ തകർത്തു എന്ന കേസിലാണ് കുറ്റപത്രം. BJP നേതാവ് O രാജഗോപാൽ ഉൾപ്പെടെ 8 പേർക്കെതിരെ കേസിൽ സമൻസ് അയച്ചു. ഗവർണർ പദവി വഹിക്കുന്നതിനാൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ സമൻസ് അയച്ചില്ലെങ്കിലും കേസിൽ 1-ാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. പോലീസ് നടപടിക്കെതിരെ BJPയും ഹൈന്ദവ സംഘടനകളും പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ്. ജനം, തിരുവനന്തപുരം. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്കും മുതിർന്ന BJP നേതാവ് O രാജഗോപാലിനുമെതിരായ സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ മാന്നാർ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിനെതിരെയാണ് പ്രതിഷേധം. മാരകായുധം ഉപയോഗിച്ച് മാന്നാറിൽ കാറ് തല്ലി തകർത്ത കേസിൽ PS ശ്രീധരൻപിള്ളയും O രാജഗോപാലും ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയാണ് സമൻസ്. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് BJPയും ഹൈന്ദവ സംഘടനകളും. കനത്ത മഴ തുടരുമ്പോൾ കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം. മരങ്ങൾ കടപുഴകി വീണും നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. കുമ്പളത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. മരങ്ങളും പോസ്റ്റുകളും കടപുഴകി വീണു. പനമ്പള്ളി നഗറിൽ കുടിവെള്ള പൈപ്പിനായി എടുത്ത കുഴിയിൽ കാറ് താഴ്ന്നു. മഴയിൽ എറണാകുളത്ത് 216 വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണുമാണ് അപകടങ്ങൾ. വൈദ്യുതി പോസ്റ്റുകളും നിലംപതിച്ചു. കുമ്പളം പഞ്ചായത്ത് 16-ാം വാർഡിൽ പായിപ്പുറത്ത് വീട്ടിൽ KK കേശവന്റെ വീട് മരം വീണ് തകർന്നു. വീടിന്റെ പടിഞ്ഞാറവശം വരുമ്പോഴാണ് കടപുഴകി വീണതായിട്ട് കാണുന്നത്. ആദ്യം ഒടിഞ്ഞു വീണായിട്ട് എനിക്ക് തോന്നിയത്. മകന്റെ ഭാര്യയും 2 കുട്ടികളും, ചെറിയ 2 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ ദേഹത്തൊക്കെ ഓടിന്റെ കഷങ്ങളൊക്കെ വീണ് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. കുമ്പളം റെയിൽവേ സ്റ്റേഷനരികിലുള്ള 30ഓളം വീടുകൾ വെള്ളക്കെട്ട് ദുരിതത്തിലാണെന്ന് വാർഡംഗം സഞ്ജയ് കുമാർ പറഞ്ഞു. വേലിയേറ്റ സമയത്ത് വലിയ വെള്ളക്കെട്ടാണ്. കുമ്പളം ഗ്രാമപഞ്ചായത്തിലും പൊതുവെ ഒരു 100 കണക്കിന് അപകടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വാർഡിൽ മാത്രം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമായിട്ട് 24ഓളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മതിൽ വീഴൽ, മരം വീഴൽ, പോസ്റ്റ് ഒടിഞ്ഞ് വീഴൽ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ എൻ്റെ വാർഡിലാണ് ഈ വീട് ഇപ്പോൾ നിലവിൽ പൊളിഞ്ഞിരിക്കുന്നത്. അടുത്തുള്ള വലിയൊരു തോട്ടിലേക്ക് പോകുന്ന വേലിയേറ്റം വേലിയിറക്കം വരുന്ന തോട്ടിലേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ട് ഇവിടെ വെള്ളക്കെട്ട് അതിരൂക്ഷമായിരിക്കുകയാണ്. റെയിൽവേ എടുത്ത് ഇപ്പോൾ കുമ്പളത്ത് 3 തോടുണ്ട്. മെയിൻ തോടുകൾ വെണ്ടാട് തോട്, കരുത്തോട്, മുട്ടുക്കത്തോട്. ഈ തോട് 3 അടഞ്ഞുപോയി. 4 കാണ അടഞ്ഞുപോയി. കൊച്ചി പനമ്പള്ളി നഗറിന് സമീപം കൊയ്ത്തറ റോഡിൽ കാർ കുഴിയിൽ വീണു. കുടിവെള്ള പൈപ്പിനായി എടുത്ത കുഴിയിലാണ് ഇന്നലെ രാത്രി കാർ വീണത്. ആർക്കും പരിക്കില്ല. കനത്ത മഴയ്ക്കിടെ മുന്നറിയിപ്പ് ബോർഡുകൾ പോലുമില്ലാതെ രാത്രിയിൽ റോഡ് കുഴിച്ചതാണ് അപകട കാരണം. ഇത്രയും കാലാവസ്ഥ മോശമായിരിക്കുന്ന സമയത്ത് ഇന്നലെ രാത്രിയിൽ പച്ചപ്പാതിരാക്ക് കോരിച്ചൊരിയണ മഴയത്ത് ഒരു മുന്നറിയിപ്പുകളോ ഒന്നുമില്ല, ഒരു സംവിധാനങ്ങളും ഇല്ലാതെ 2 JCB കുറേ മെറ്റലൊക്കെ ആയിട്ട് വന്ന് അങ്ങോട്ട് കണ്ടം മുണ്ടം കുത്തിപ്പിടിച്ച് അങ്ങോട്ട് പോയി. അപ്പുറത്ത് വലിയൊരു അഗാധഗർത്തം കുഴിച്ചിട്ടിട്ടുണ്ട്. ഇടമലയാറിലും നേര്യമംഗലത്തുമെല്ലാം തീവ്രമഴയായിരുന്നു രേഖപ്പെടുത്തിയത്. വെള്ളക്കെട്ടിനൊപ്പം വ്യാപക കൃഷിനാശവുമുണ്ടായി. കനത്ത മഴ തുടരുമ്പോൾ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഒപ്പം തന്നെ മരം കടപുഴകി വീണുള്ള അപകടങ്ങളും പോസ്റ്റുകൾ വീണുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. പത്തനംതിട്ടയിൽ മഴക്കെടുതി രൂക്ഷം. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി. 31 ക്യാമ്പുകളാണ് ഇതുവരെ തുറന്നത്. ശക്തമായ കാറ്റിലും മഴയിലും 2 വീടുകൾ പൂർണ്ണമായും 197 വീടുകൾ ഭാഗികമായും തകർന്നു. തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളപ്പൊക്കം. മണിമലയാർ കരകവിഞ്ഞ് തിരുവല്ല നഗരസഭയിലെ തിരുമൂലപുരം, മംഗലശ്ശേരി, ആറ്റുമാലി, പുളിക്കത്രക്കുഴി എന്നിവിടങ്ങളിൽ വെള്ളം കയറി. ജില്ലയിൽ 31 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നപ്പോൾ അതിൽ 19 എണ്ണവും തിരുവല്ല താലൂക്കിലാണ്. കോഴഞ്ചേരി താലൂക്കിൽ 6 ക്യാമ്പുകളും മല്ലപ്പള്ളി താലൂക്കിൽ 4ഉം കോന്നിയിലും അടൂരും ഓരോ ക്യാമ്പ് വീതവും തുറന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ നദികളുടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്ന് അരയാലിഞ്ഞിമഠ് കോസ്വേ മുങ്ങി. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ തുറന്ന് കക്കാട്ടാറിലേക്ക് വെള്ളമൊഴുക്കുന്നു. ശക്തമായ കാറ്റിലും മഴയിലും കോഴഞ്ചേരി, അടൂർ താലൂക്കുകളിലായി 2 വീടുകൾ പൂർണ്ണമായി തകർന്നപ്പോൾ 6 താലൂക്കുകളിലായി 197 വീടുകൾ ഭാഗികമായി തകർന്നു. തിരുവല്ല താലൂക്കിൽ 53 വീടുകളും റാന്നി 37, അടൂർ 32, കോഴഞ്ചേരി 31, കോന്നി 22, മല്ലപ്പള്ളി 22 എന്നിങ്ങനെയാണ് വീടുകൾ ഭാഗികമായി തകർന്ന കണക്ക്. കാറ്റിലും മഴയിലും KCBക്ക് 3 സെക്ഷനുകളിലായി 68 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. മരങ്ങൾ വീണ് 124 ഹൈ ടെൻഷൻ പോസ്റ്റും 677 ലോ ടെൻഷൻ പോസ്റ്റും തകർന്നു. 992 ട്രാൻസ്ഫോമറുകളും തകരാറിലായി.
ജില്ലയിൽ ഇതുവരെ 2.5 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായി. 1667 കർഷകർക്കാണ് നാശനഷ്ടമുണ്ടായത്. ജനം, പത്തനംതിട്ട. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പ്രം റോഡിൽ വെള്ളം കയറിയതിനാൽ KSRTC സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. നിലവിൽ അമ്പലപ്പുഴയിൽ നിന്ന് എടത്വ വരെയും തിരുവല്ലയിൽ നിന്ന് പൊടിയാടി വരെയുമാണ് KSRTC സർവീസ് നടത്തുന്നത്. KSRTCയുടെ സർവീസ് നീരേറ്റുപുറം വരെ നീട്ടാത്തതിനാൽ തലവടി പ്രദേശങ്ങൾ ഒറ്റപ്പെടും. സംസ്ഥാനത്തെ തന്ത്രപ്രധാന വനമേഖലയിൽ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം. പത്തനംതിട്ട ജില്ലയിലെ ഗൂഡ്രികൽ, വടശ്ശേരിക്കര വനാതിർത്തികളിലെ വീടുകളിൽ അജ്ഞാത സംഘം നടത്തുന്ന മോഷണം വ്യാപകമാകുന്നു. ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളുമാണ് കവർച്ച ചെയ്യപ്പെടുന്നത്. പിന്നിൽ മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന സംശയത്തിലാണ് നാട്ടുകാർ. ശബരിഗിരി പദ്ധതി, പൊന്നമ്പലമേട്, ഗവി തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഗൂഡ്രിക്കൽ, വടശ്ശേരിക്കര വനമേഖല. ഈ ഭാഗങ്ങളിലാണ് അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം സംശയിക്കുന്നത്. സീതത്തോട് പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്ന വീടുകളിൽ 1 വർഷത്തോളമായി മോഷണം പതിവ്. കൊച്ചുകോയിക്കൽ, ഗുരുനാഥൻ മണ്ണ്, ആങ്ങാമുഴി, സീതക്കുഴി എന്നിവിടങ്ങളിലാണ് മോഷണങ്ങളിലേറെയും. പാകം ചെയ്തു വച്ചിരിക്കുന്ന ഭക്ഷണം, അരി, ആയുധങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയാണ് കവർച്ച ചെയ്യുന്നത്. പകൽ സമയത്താണ് സംഭവം അരങ്ങേറുക. വീടിന്റെ വാതിലോ ജനലോ കുത്തിത്തുറന്ന് മോഷ്ടാക്കൾ അകത്ത് കടക്കും. ഗുരുനാഥൻ മണ്ണ് സ്വദേശി ബാബുരാജിന്റെ വീട്ടിൽ ഒരാഴ്ച മുൻപ് മോഷണം നടന്നു. മോഷ്ടാക്കൾ വരുന്നതും പോകുന്നതും വനത്തിനുള്ളിലേക്കായതിനാൽ മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടോ എന്നും നാട്ടുകാർ സംശയിക്കുന്നു. ഞാൻ 11 മണിക്ക് തിരിച്ചു വന്ന് ഫ്രണ്ട് കഥ തുറന്ന് അകത്ത് കയറിപ്പം ഞങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ പുറകെ ജനലിൽ വെട്ടിപ്പൊളിച്ചേക്കുന്നു. അവിടെ അലമാരിയും തള്ളി നീക്കിയേക്കുന്നത് കണ്ടു. ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അടുക്കള കഥ തുറന്നിട്ടിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന അരി സാധനങ്ങൾ, നമ്മുടെ വീട്ടിൽ വേണ്ട സർവ്വത്ര ഉപ്പും പിന്നെ മഞ്ഞപ്പൊടി മേടിച്ച് ആ കംപ്ലീറ്റ് സാധനങ്ങളും എടുത്ത് 3 വെട്ടുകത്തി, ടൈപ്പ് മേശക്കകത്ത് 10,000 രൂപ ഒന്നിച്ച് കെട്ടി വെച്ചു. രൂപയായി. ഇത്ര സാധനം എടുത്ത് നഷ്ടപ്പെട്ടു പോയി. ഇവിടെ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് 100 മീറ്റർ പുറമെ മേലോട്ട് കയറിയാൽ വനമാണ്. ആ വനത്തിൽ വരെ ഈ ആൾക്കാർ സാധനമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മറുകുഴിക്ക് മാവോയിസ്റ്റോ അതുപോലുള്ള ആൾക്കാരോ ഉണ്ടെന്നുള്ളത് നമുക്ക് പൂർണ്ണ സംശയമുണ്ട്. അതിന് പോലീസുകാരെ പോർട്ടുകാരെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരുടെ പോയിട്ട്. കാടിനുള്ളിലെ അജ്ഞാത സംഘം നടത്തുന്ന മോഷണം സംബന്ധിച്ച് പോലീസിൽ വിവരമറിയിച്ചിട്ടും നടപടി ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് സീതത്തോട് പഞ്ചായത്ത് അംഗം പറയുന്നു. ഇവിടുന്ന് ആൾക്കാർ മൊത്തം പോലീസുകാരെ വിളിക്കുന്നു, ചിറ്റാർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരിതുമില്ല. ഞാൻ വന്ന് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ 10 പ്രാവശ്യം സ്റ്റേഷനിൽ അവിടുത്തെ ലാൻഡ് ഫോണിൽ വിളിച്ചു, എടുത്തില്ല. SI സാറിനെ വിളിച്ചു, സാറും എടുത്തില്ല. സന്ധ്യ വരെ ഇവിടെ നമ്മളിവിടെ നിൽക്കുമോ, എല്ലാവരും ആൾക്കാർ ഇവിടെ ജനങ്ങൾ ഇഷ്ടം പോലെ നിൽക്കുന്നു. സന്ധ്യയായി 7:30 ആയിട്ടും ഇതിന് ഒരു നീക്കുപോക്കില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർ ബഹളം വെക്കുന്നു എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരിതും ഇല്ലയോ മെമ്പറെ എന്ന് ചോദിച്ച് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയണം? മോഷ്ടാക്കളെ ഭയന്ന് വനാതിർത്തിയിൽ താമസിക്കുന്നവർക്ക് വീട് വിട്ട് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കൊച്ചുകോയിക്കൽ വനമേഖലയിൽ നിന്നും വനപാതയിലൂടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാമെന്നതും പുറത്തു നിന്നുള്ളവരുടെ സാന്നിധ്യം സംശയിക്കുന്നതിന് കാരണമാകുന്നു. ജനം, പത്തനംതിട്ട. പെരുവഴിയിലായി നിലമ്പൂരിലെ മുൻ MLA PV അൻവർ. ചർച്ചകൾ വഴിമുട്ടിയതോടെ ഇനി UDF-ലേക്ക് ഇല്ല എന്ന് അൻവർ പ്രഖ്യാപിച്ചു. എന്നെ മൂലക്കിരുത്താനാണ് ശ്രമം. പണമില്ലാത്തതിനാൽ നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്നും അൻവർ പറയുന്നു. ഞാനിനിയില്ല, UDF-ലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല, പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ഞാൻ മത്സരിക്കുന്നതാണ് അവൾക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല, നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല. മത്സരിക്കണമെങ്കിൽ പൈസ എത്ര വേണം, എത്ര കോടി വേണം? ആരവിടെ വരാൻ പോണത്? എൻ്റെ കയ്യിലൊരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ അല്ല, ഞാൻ ആകെ കടക്കാരനാവില്ല. കൂടിയ ഷറങ്ങൾ. കരട് വിവാഹമോചന കരാർ ഭാര്യയ്ക്ക് അയച്ചത് ആത്മഹത്യാ പ്രേരണയായി കണക്കാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ വിചാരണ കോടതി നടപടി റദ്ദാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ്. കണ്ണൂർ സ്വദേശിയുടെ ഹർജിയിലാണ് നടപടി. കരട് വിവാഹമോചന കരാർ അയച്ചുവെന്നതുകൊണ്ട് മാത്രം ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാകില്ലെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്.
കണ്ണൂർ സ്വദേശിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. വിവാഹമോചന ആവശ്യം ഉന്നയിച്ചുള്ള രേഖ ഭർത്തൃവീട്ടുകാർ ഭാര്യയുടെ വീട്ടിലെത്തി കൈമാറി 3 ദിവസത്തിനു ശേഷമാണ് യുവതി ആത്മഹത്യ ചെയ്തത്. വിവാഹമോചന കരാറിന്റെ കരട് രേഖ കൈമാറിയപ്പോഴേ യുവതി അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നുവെന്നും പിന്നീട് ആത്മഹത്യ ചെയ്തതെന്നുമായിരുന്നു വീട്ടുകാരുടെ പരാതി. തുടർന്ന് ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ അന്തിമ റിപ്പോർട്ട് പിന്നീട് കീഴ്ക്കോടതിയും ശരിവെക്കുകയായിരുന്നു. എന്നാൽ വിചാരണ കോടതി നടപടി ചോദ്യം ചെയ്ത് ഭർത്താവ് സമർപ്പിച്ച ഹർജി പരിഗണിച്ച ഹൈക്കോടതി യുവതി ആത്മഹത്യ ചെയ്തതിൽ ഹർജിക്കാരന് സജീവ പങ്കാളിത്തമുണ്ടെന്ന അഭിപ്രായം പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പോലുമില്ലെന്ന് വിലയിരുത്തി. കൂടാതെ പ്രോസിക്യൂഷൻ കേസിലും ആത്മഹത്യയിലേക്ക് നയിക്കുകയെന്ന ഉദ്ദേശത്തോടെ വിവാഹമോചന രേഖ കൈമാറിയതായി പറയുന്നില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ നടപടി ഹൈക്കോടതി റദ്ദാക്കിയത്. ജനം, കൊച്ചി. ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസ് അന്വേഷണം വഴിമുട്ടി. അന്വേഷണം ആരംഭിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷവും ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ പരാതിക്കാരനായ വ്യവസായി അനീഷ് ബാബുവിനെതിരായ ഇ.ഡി. കേസിന് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് വീണ്ടും വിജിലൻസ് ഇ.ഡിക്ക് കത്തയച്ചിരിക്കുകയാണ്. ECIR വിവരങ്ങളും പ്രതികൾക്ക് നൽകിയ സമൻസിന്റെ വിവരങ്ങളും കൈമാറണമെന്നാണ് ആവശ്യം. അനീഷ് ബാബുവിനെതിരായ കേസിന്റെ വിശദാംശങ്ങൾ തേടി നേരത്തെയും വിജിലൻസ് ഇ.ഡിക്ക് കത്തയച്ചിരുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട്. ഇതിനുശേഷം കേസിൽ തുടർ നടപടിയെന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. കൈക്കൂലി ആരോപണത്തിൽ ഇ.ഡി. ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇ.ഡി. അന്വേഷിക്കുന്ന കേസിന്റെ വിവരങ്ങൾ മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് കൈമാറുന്നതിനോട് അന്വേഷണ സംഘം അനുകൂലമല്ല. നേരത്തെ മറ്റു ചില കേസുകളിൽ ക്രൈംബ്രാഞ്ചിന് ഇ.ഡി. കൈമാറിയ രേഖകൾ തിരികെ നൽകുന്നത് വൈകിച്ചിരുന്നു. കരുവന്നൂർ കേസിലടക്കം ഇ.ഡിയും ക്രൈംബ്രാഞ്ചും നിയമയുദ്ധങ്ങൾ നടത്തുകയും ചെയ്തു. ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെന്ന പേരിൽ കൈക്കൂലി പണം വാങ്ങാനെത്തിയ വിൽസൺ, മറ്റൊരു കണ്ണി മുകേഷ്, മുഖ്യ ആസൂത്രകനായി കരുതുന്ന രഞ്ജിത്ത് വാര്യർ എന്നിവരായിരുന്നു അറസ്റ്റിലായിരുന്നത്. ഇവർക്ക് ഇ.ഡി. ഉദ്യോഗസ്ഥരുമായി ബന്ധമുള്ളതായി വിജിലൻസിന് കണ്ടെത്താനായിട്ടില്ല. ജനം, കൊച്ചി. കൊല്ലം പത്തനാപുരത്ത് കുട്ടികൾക്കായുള്ള നീന്തൽക്കുളത്തിലും അങ്കണവാടിയിലും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കുണ്ടയം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള നീന്തൽക്കുളത്തിൽ അതിക്രമിച്ചു കയറി ഉപകരണങ്ങൾ നശിപ്പിക്കുകയും മദ്യപാനവും മലമൂത്ര വിസർജനവും നടത്തുന്നതായും പരാതിയുണ്ട്. സമീപത്തുള്ള അങ്കണവാടിയിലെ പൈപ്പുകൾ തുറന്നുവിട്ട് വെള്ളം പാഴാക്കുന്നതും പതിവായി മാറിയിരിക്കുകയാണ്. 18 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്കായി നിർമ്മിച്ച നീന്തൽക്കുളത്തിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഈ ചെയ്തികൾ. പരിശീലകർ ഇല്ലാത്ത സമയങ്ങളിൽ പൂട്ടുകൾ തകർത്തും മതിൽ ചാടിക്കടന്നുമെത്തുന്നവർ കുട്ടികൾക്കായുള്ള ഉപകരണങ്ങൾ നശിപ്പിച്ചു കളയുകയും അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ അവധിക്കാലത്ത് മാത്രം നിരവധി പൂട്ടുകൾ തകർക്കുകയും ഇരുമ്പ് വലയും മോട്ടറുകളും പൈപ്പുകളും ലൈറ്റുകളും നശിപ്പിക്കുകയും ചെയ്തു. നീന്തൽക്കുളത്തിലെ വെള്ളം മലിനമാക്കുന്നതിനൊപ്പം സമീപത്തിരുന്ന് മദ്യപാനവുമുണ്ട്. അവശിഷ്ടങ്ങൾ നീന്തൽക്കുളത്തിൽ നിക്ഷേപിക്കുകയും പരിസരത്ത് മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുന്നു. സമീപത്തായുള്ള അങ്കണവാടിയിലെ പൈപ്പുകൾ തുറന്നുവിട്ട് വെള്ളം പാഴാക്കുന്നതിനാൽ മിക്ക ദിവസവും അങ്കണവാടിയിലെ കുഞ്ഞുങ്ങൾക്കും നീന്തൽക്കുളത്തിലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഇതുകാരണം പരിശീലകരും ബുദ്ധിമുട്ടിലായി. കുഞ്ഞുങ്ങൾക്കുള്ള നീന്തൽ പരിശീലന കേന്ദ്രമാണ്. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് 15 വയസ്സിന് താഴെയുള്ളവരെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ സാമൂഹ്യ വിരുദ്ധന്മാർ വന്നിട്ട് ഈ കുളം മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അത് നശിപ്പിക്കുക മാത്രമല്ല, ഞാൻ ഈ 1 മാസത്തിനിടെ 7 പൂട്ടാണ് മേടിച്ചത്. ഈ പൂട്ട് തകർക്കുക, ഗ്രില്ല് തകർക്കുക, ലൈറ്റുകൾ അടിച്ചു പൊട്ടിക്കുക, മോട്ടോർ തകരാറാക്കുക, പൈപ്പുകൾ തകരാറാക്കുക, പൈപ്പ് വെള്ളം തുറന്നു വിട്ടിട്ട് പോവുക, ഇതിനകത്ത് മൂത്രം ഒഴിച്ച് വെക്കുക, മലമൂത്ര വിസർജനം ചെയ്യുക, മദ്യപാനം, അതുപോലെ എന്തൊക്കെയാണെന്ന് അറിയാം. ഇപ്പോഴത്തെ മയക്കുമരുന്ന് നമ്മൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് യാതൊരു വിലയില്ല. പോലീസ് പരാതിപ്പെട്ടു, കഴിഞ്ഞ വർഷം പരാതിപ്പെട്ടു ഇതേ അവസ്ഥ കാരണം. പക്ഷേ പോലീസ് ഇതുവരെ ഈ കുഞ്ഞുങ്ങൾക്ക് ഓർത്തെങ്കിലും അവരൊന്നും വന്ന് നോക്കാൻ, പക്ഷെ അവർ വന്നിട്ടില്ല. ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് ശേഖരണത്തിനായി മിനി MCF സ്ഥാപിച്ചിരിക്കുന്നത് സ്പോർട്സ് ഹബിന്റെ മുറ്റത്താണ്. മഴക്കാലജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ മത്സ്യമാംസാദികളുടെയും ആഹാര സാധനങ്ങളുടെയും അവശിഷ്ടങ്ങൾ MCFന് പുറത്ത് നിക്ഷേപിക്കുന്നതും ബുദ്ധിമുട്ടാവുകയാണ്. നീന്തൽക്കുളം നശിപ്പിക്കുന്നവർക്കെതിരെ അധികൃതർ പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയുമില്ല. കഴിഞ്ഞ വർഷവും സമാനമായി പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കണമെന്നതാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ജനം, കൊല്ലം. ഹോക്കിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഹോക്കി മുൻ താരവും പരിശീലകനുമായ ജയകുമാർ S ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി. PR ശ്രീജേഷ് ഉൾപ്പെടെ നിരവധി ഹോക്കി താരങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്.
തപാൽ വകുപ്പ് സീനിയർ അക്കൗണ്ടന്റ് പദവിയിൽ നിന്ന് വിരമിച്ചെങ്കിലും മുഴുവൻ സമയ ഹോക്കി പരിശീലകനായി ജയകുമാർ രംഗത്തുണ്ടാകും. കളിക്കളത്തിലും പുറത്തും കായിക രംഗത്തോടുള്ള അചഞ്ചലമായ സമർപ്പണത്തിന് പേരുകേട്ടയാളാണ് ജയകുമാർ. ജൂനിയർ ഹോക്കി ടീമിന്റെ മുൻ പരിശീലകൻ എന്ന നിലയിൽ ഇന്ത്യൻ ഹോക്കിയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. പത്മഭൂഷൺ അവാർഡ് ജേതാവും ഒളിമ്പ്യനും അർജുന അവാർഡ് ജേതാവുമായ PR ശ്രീജേഷിന്റെ ആദ്യ പരിശീലകനാണ് ജയകുമാർ. ഹോക്കി ഗോൾ കീപ്പിംഗിലെ മികച്ച താരമെന്ന ഖ്യാതി നേടിയ വ്യക്തിത്വം. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ അക്കൗണ്ടന്റായി 42 വർഷത്തെ സർവീസ് ജീവിതം ഇന്നലെ അവസാനിച്ചു. തന്നെയും ഹോക്കിയെയും സ്നേഹിച്ച സഹപ്രവർത്തകർക്കും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനും നന്ദി പറഞ്ഞാണ് ജയകുമാറിന്റെ പടിയിറക്കം. ഡിപ്പാർട്ട്മെന്റിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരത്തില്ല. ഇങ്ങനെയുള്ള ഒരു ഓഫീസിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഓൺ ഡ്യൂട്ടിയിൽ ഏത് നാഷണൽ ചാമ്പ്യൻഷിപ്പിനായാലും ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിനായാലും അവർ തരുന്നു. അതുപോലെ ഡെയിലി 3 hours അല്ലെങ്കിൽ 2 to 3 hours നമുക്ക് പ്രാക്ടീസ് സെക്ഷനിലുള്ള പെർമിഷനുണ്ട്. അതുപോലെ നമുക്ക് സ്പോർട്സുകാർക്ക് ഇവിടെ ഉള്ള ഒരു അംഗീകാരം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അവർ നമുക്ക് അതിന് അത്രയും ഹെവി സീറ്റ് പോലും അവർ തരുന്നില്ല. കാരണം നമുക്ക് മാക്സിമം സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇന്ത്യ പോസ്റ്റ്. ഒരുപാട് താരങ്ങളെ പരിശീലിപ്പിച്ച് ഭാരതത്തിന് സമ്മാനിച്ചു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പ്രിയ ശിഷ്യൻ PR ശ്രീജേഷും ആശംസ അറിയിച്ചു. 18 വർഷം ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെയധികം സൗഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോടുകൂടി തന്നെ അദ്ദേഹം കേരള ഹോക്കിക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻ വളരെയധികം വലുതാണ്. 2000 മുതൽ 2008 വരെയുള്ള കാലഘട്ടം അദ്ദേഹം ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ കോച്ചായിട്ട് വന്നിരുന്നു. ആ ഒരു കാലഘട്ടത്തിന്റെ പ്രൊഡക്റ്റുകളാണ് ഞാനടക്കമുള്ള 5ഓളം വരുന്ന ഇന്റർനാഷണൽ താരങ്ങളും അല്ലെങ്കിൽ 50-ന് മേളിൽ വരുന്ന നാഷണൽ ലെവൽ താരങ്ങളും. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ജൂനിയർ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് വർക്ക് ചെയ്തത്. കേരള ഹോക്കിയുടെ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന ഒരു ദ്രോണാചാര്യൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. 1983 സ്പോർട്സ് കോട്ടയിൽ തപാൽ വകുപ്പിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. സംസ്ഥാന ഹോക്കി ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു അദ്ദേഹം. 18 വർഷം കേരള താരമായി. 4 വർഷത്തോളം ടീം ക്യാപ്റ്റനായി. ഇന്ത്യൻ P&T ടീമിനു വേണ്ടിയും കളിച്ചു. ദേശീയ മത്സരങ്ങളിൽ അമ്പയറായിട്ടുണ്ട്. ഏറ്റെടുത്ത എല്ലാ റോളുകളിലും മികച്ച നേതൃപാഠവും പ്രകടിപ്പിച്ചു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷവും ലക്ഷ്യം ഒന്നു മാത്രം. ഇനിയും നമ്മൾ ഹോക്കിയായിട്ട് മുമ്പിലോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പം ഒരു ശ്രീജേഷിനെ മാത്രം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ പോരാ. ഇപ്പം ഞാൻ എൻ്റെ കോച്ചിങ് ഏരിയയിൽ കൂടെ അല്ലെങ്കിൽ ഞാൻ കോച്ചിങ് ചെയ്തിരുന്ന സമയത്ത് 18ഓളം ഇന്ത്യൻ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി അത് ബോയ്സാണ് കൂടുതലും, അതിൽ ഗേൾസ് വളരെ കുറവാണ്. ഇനി ശ്രീജേഷിനെ പോലെ ഇനി അടുത്ത ഗേൾസ് സെക്ഷനിലും നമുക്ക് കുട്ടികൾ ഒരുപാട് വരാറുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഹോക്കിയുടെ ഗേൾസിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടെ മുകളിലാണ്. കളിയോടുള്ള ആത്മസമർപ്പണവും കഠിനാധ്വാനവും അവസരങ്ങൾ കൃത്യമായി മുതലാക്കാനുള്ള കഴിവുമാണ് വേണ്ടത്. അത് മാതൃകയാക്കിയാൽ ഇനിയും ഇന്ത്യൻ ഹോക്കി ടീമിൽ മലയാളികൾ ഉണ്ടാകുമെന്നും ജയകുമാർ പറഞ്ഞു വെക്കുന്നു. ജനം, തിരുവനന്തപുരം. ജനം ടിവിക്ക് 10ാം പിറന്നാൾ. ദേശീയതയെ ചേർത്ത് പിടിച്ച് 2015 മെയ് 31 മെഴി തുറന്ന ജനകീയ ചാനൽ ഒരു പതിറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ പറയാനേറെയുണ്ട്. ഇടപെട്ടും പരിഹാരമുണ്ടാക്കിയും ജനമനസ്സറിഞ്ഞ 10 വർഷങ്ങളിലൂടെ ഒരു യാത്ര. ഈ റിപ്പോർട്ടോടുകൂടി ഉച്ചവാർത്ത പൂർണ്ണമാകും. നമസ്തേ. ജനം 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 ജനം
ദേശവിരുദ്ധ പ്രചാരണങ്ങൾ കൊടികുത്തി വാഴുന്ന കാലത്താണ് സത്യം ജനങ്ങളിലെത്തിച്ച് ജനം TV അതിന് പ്രതിരോധ കോട്ട തീർത്തത്. ഉറച്ച ദേശീയതയും അടിതെറ്റാത്ത ധാർമ്മികതയും ദേശീയത മുഖമുദ്രയാക്കിയ മലയാളത്തിലെ ആദ്യ ചാനൽ. ഹിഡൻ അജണ്ടകളും പക്ഷം പിടിച്ചുള്ള വാർത്തകളും നിറഞ്ഞുനിന്ന മലയാള മാധ്യമ ലോകത്താണ് ദേശീയതയോട് ചേർന്ന് സത്യം വിളിച്ചു പറയുകയെന്ന ലക്ഷ്യത്തോടെ ജനം TV മിഴി തുറന്നത്. വെല്ലുവിളികളും തടസ്സങ്ങളും നിറഞ്ഞ യാത്ര. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയിൽ ജനം TVയുടെ ലൈസൻസ് വൈകിയത് 2 വർഷം. From Kerala, there was an application for a TV channel called Janam. The license was not granted, and when I checked it, I was shocked to the core. In it was written that the promoter's father is RSS Sanghachalan. This should be certificate. 2014 രാജ്യമെങ്ങും അലയടിച്ച ദേശീയതയുടെ നവോന്മേഷം ആ തടസ്സങ്ങൾ നിഷ്പ്രഭമാക്കി. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ ജനം TVയുടെ ലൈസൻസിനുള്ള പ്രതിബന്ധങ്ങൾ ഒന്നൊന്നായി നീങ്ങി. ഭാരതത്തിന്റെ സംസ്കാരവും ദേശീയതയും പ്രചരിപ്പിക്കാൻ മലയാളത്തിൽ ഒരു ചാനൽ എന്ന ലക്ഷ്യത്തിന് അങ്ങനെ വീണ്ടും വേഗം കൈവന്നു. ഏപ്രിൽ 19 കേരളം സാക്ഷ്യം വഹിച്ചത് ഒരു ചരിത്ര മുഹൂർത്തത്തിനായിരുന്നു. എറണാകുളം ബോൾഗാട്ടിയിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പൂജനീയ ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർ ജനം TVയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. മലയാള മാധ്യമ ലോകത്ത് ദേശീയതയുടെ സുഗന്ധം പരത്തുന്ന പുതിയ തുടക്കമായിരുന്നു അത്. കേരളക്കരയിൽ നാം വിട്ടു തുടങ്ങിയ ദേശവിരുദ്ധതയെ ചെറുത്തു നിൽക്കുകയെന്ന വലിയ ഉദ്യമം. അതിനായി കൈകോർത്തത് 5500ഓളം ദേശസ്നേഹികൾ. അവരാണ് 2007 ജനം മൾട്ടിമീഡിയ ലിമിറ്റഡിന് അടിത്തറ പാകിയത്. ബൃഹത്തായ ലക്ഷ്യവും ദൗത്യവുമായി ആ കമ്പനിയുടെ കീഴിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട നിശബ്ദ ഭൂരിപക്ഷത്തിന്റെ ശംഖനാദമായി ജനം TV മിഴി തുറന്നു. സൂര്യനെ കറുത്ത തുണികെട്ടി മറയ്ക്കും പോലെ സത്യം മറച്ച് നുണകളെ സത്യമാക്കി ചിത്രീകരിക്കുന്ന മാധ്യമ അജണ്ടകൾ, ദേശദ്രോഹ നിലപാടുകൾ, ഇതെല്ലാം തുറന്നു കാട്ടുകയെന്ന ജനം TVയുടെ നിലപാട് ആദ്യ ദിവസങ്ങളിൽ തന്നെ ചർച്ചയായി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വർഗീയത ആളിക്കത്തിച്ച് രാജ്യത്തെ കലാപത്തിലേക്ക് തള്ളിവിടാൻ ശ്രമം നടത്തിയ ദേശദ്രോഹികൾ, ISIS-ഉം പോപ്പുലർ ഫ്രണ്ടും ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വികൃതമുഖം തുറന്നുകാട്ടിയ വാർത്തകൾ, കള്ളപ്പണവും തീവ്രവാദ ഫണ്ടിങ്ങും ഉൾപ്പെടെ നിരവധി വാർത്തകൾ ജനം TV നിർഭയം പ്രേക്ഷകരിലെത്തിച്ചു. കേരളം ഒന്നടങ്കം ഞെട്ടിയ ശബരിമല പ്രക്ഷോഭത്തിൽ പൊതുസമൂഹം ആദ്യം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ജനം TVയുടെ ക്യാമറ കണ്ണിലൂടെ ആയിരുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെ ഭക്തർക്ക് നീതി ലഭിക്കും വരെ ജനം അതിന്റെ ദൗത്യം തുടർന്നു. ജനലക്ഷങ്ങളുടെ ശബ്ദമായും ശരണമായും ജനം TV മാറി. മാലയിട്ട് വ്രതം നോറ്റ് ശബരിമലയിലെത്തിയ ഭക്തർ, പോലീസിന്റെ അതിക്രമങ്ങൾക്കിരയായതും ആചാരലംഘനത്തിന് കളമൊരുക്കിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ രഹസ്യ നീക്കങ്ങളും ജനങ്ങൾക്ക് മുൻപിലെത്തിയത് ജനം TVയിലൂടെ. കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു 2018-ലേത്. അപ്രതീക്ഷിതമായി ദുരിതത്തിലായ ജനങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് ജനം TVയും നിലകൊണ്ടു. ൽ ലോകത്തെ കോവിഡ് ഭയപ്പെടുത്തിയപ്പോഴും ജനങ്ങൾക്കൊപ്പം നിർഭയത്തോടെ ജനം TV ഉണ്ടായിരുന്നു.
രോഗവ്യാപനത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന പുതിയ വിവരങ്ങളും മുൻകരുതൽ നടപടികളും തത്സമയം ജനങ്ങളിലേക്ക് എത്തിച്ച് അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. ലവ് ജിഹാദിന്റെ ചതിക്കുഴി ജനങ്ങളിലെത്തിക്കാനും ജനം TV മുന്നിൽ നിന്നു. മറ്റു മാധ്യമങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നു മറച്ചുവെച്ച സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ജനം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടിയത്. ജനം TVയുടെ നിരവധി അന്വേഷണാത്മക റിപ്പോർട്ടുകളും പൊതുസമൂഹത്തിൽ ചർച്ചയായി. വ്യാജ ആധാർ കാർഡ് നിർമ്മാണം, ഡ്രഗ് മാഫിയകൾക്കെതിരെയും അനധികൃത ക്വാറികൾക്കെതിരെയും പുറത്തുവിട്ട വാർത്തകൾ, ഭീകരവാദത്തിന് പോലും മറപിടിക്കുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ, അഴിമതിക്കെതിരെയും വിശ്രമമില്ലാത്ത പോരാട്ടം, അധികാര ദുർവിനിയോഗം നടത്തിയ ഭരണാധികാരികളെയും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ ജനം TV മടിച്ചില്ല. പൊതുജനങ്ങളുടെ പണമെടുത്ത് ആരോഗ്യമന്ത്രി ആഡംബര കണ്ണട വാങ്ങിയപ്പോൾ അത് ജനങ്ങളോട് പറയാൻ ജനം TV ഉണ്ടായിരുന്നു. അനീതിക്കെതിരായ